ഈ ഇലക്ഷനിൽ എന്തൊക്കെയാണ് താങ്കളുടെ പ്രതീക്ഷകൾ? BJP ഇത്തവണ വളരെ വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഒരു കാര്യം നമുക്ക് സംശയമില്ലാതെ പറയാൻ പറ്റുന്നത്, BJP ഈസ് ദ ഓൺലി പാർട്ടി വിച്ച് ഈസ് എക്സ്പാൻഡിങ് ഇറ്റ്സ് ബേസ്, വോട്ട് ശതമാനം. ബാക്കി എല്ലാവരുടെയും ശതമാനം ഷ്രിങ്ക് ചെയ്യാണ്, BJPയുടെ മാത്രമാണ് വർദ്ധിക്കുന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് ഞങ്ങൾ തന്നെ ജനങ്ങളുടെ മുന്നിൽ വെക്കുന്ന ആശയം, കേരളം എല്ലാവർക്കും സുരക്ഷിതമായിട്ട് ജീവിക്കാൻ കഴിയുന്ന സ്ഥലമായിരിക്കണം എന്ന് പറഞ്ഞാൽ, കേരളത്തിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്കും സിറിയയിലേക്കും ഒക്കെ ആൾക്കാരെ ടെററിസ്റ്റ് ആക്ടിവിറ്റീസിന് വേണ്ടി റിക്രൂട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. അപ്പോൾ ഒരു ടെററിസ്റ്റിൻ്റെ ബ്രീഡിംഗ് ഗ്രൗണ്ടായിട്ട് കേരളം മാറരുത്. അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. അതിൻ്റെ കാരണം ആ പോകുന്ന ആളുകൾ മാത്രമല്ല, അതിൻ്റെ കാരണം കേരളത്തിലെ പൊളിറ്റിക്കൽ എക്കോസിസ്റ്റമാണ്. അപ്പോൾ കേരളത്തിലെ ആ പൊളിറ്റിക്കൽ എക്കോസിസ്റ്റം അതിൽ മാറ്റം ഉണ്ടാവണം. അത് CPM ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും ആ എക്കോസിസ്റ്റം മാറുന്നില്ല, ഭരിക്കുന്ന ആൾക്കാർ മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതുണ്ടാവണം, ഒന്ന്. രണ്ടാമത്തെ കാര്യം, കേരളം രൂപീകൃതമായിട്ട് ഏതാണ്ട് 70 കൊല്ലാവുന്നു. 1957 മുതൽ കേരള ആദ്യത്തെ ഇലക്റ്റഡ് ഗവൺമെൻറ് വന്നു. കേരളത്തിൽ നിന്ന് ഇപ്പോഴും കേരളത്തിൽ ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് ഇത്രയധികം ആൾക്കാർ പുറത്തേക്ക് പോകുന്നത്, പഠിക്കാൻ വേണ്ടി അടക്കം പുറത്തേക്ക് പോകുന്നത്. കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകൾ ഓരോ വർഷം പൂട്ടി പോവുകയാണ്, കേരളത്തിൽ പഠിക്കുന്നില്ല. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ, കേരളം ഭരിച്ച ആളുകൾ അവരിവിടുത്തെ യുവാക്കളുടെ ഭാവിയെക്കുറിച്ച് വേണ്ടത്ര പരിഗണിക്കാത്തതുകൊണ്ടാണ്. അതോടൊപ്പമാണ് കേരളത്തിലെ ശബരിമല പോലെ ലോകം മുഴുവനുള്ള ആൾക്കാർ ആരാധിക്കുന്ന ഒരു ക്ഷേത്രം, ആ ക്ഷേത്രത്തിലെ ശ്രീകോവിലടക്കം കൊള്ളയടിക്കാൻ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ഒത്താശയോടുകൂടി സാധിക്കുന്നുണ്ടെങ്കിൽ അത് വലിയൊരു ഒരു അപകടകരമായിട്ടുള്ള സാഹചര്യമാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം അവർ ഭാരതീയ ജനതാ പാർട്ടിക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു ആ നിലപാടെടുക്കും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്ക്. ഓക്കെ, ഇനി അങ്ങോട്ടൊരു എത്ര വർഷ കാലയളവിനുള്ളിൽ കേരളം ഒരു BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനമായി മാറാം എന്നാണ് അദ്ദേഹം? എൻ്റെ അഭിപ്രായത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ BJP ഇല്ലാതെ കേരളത്തിലൊരു ഗവൺമെൻറ് ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ഓക്കെ, ഡെഫിനറ്റ്ലി. എത്ര സീറ്റുകൾ വരെ ഈ ഒരു തെരഞ്ഞെടുപ്പ്? സീറ്റിൻ്റെ എണ്ണം പറയുന്നില്ല, എന്നാലും സീറ്റിൻ്റെ എണ്ണത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷേ BJP ഇല്ലാത്തൊരു സർക്കാർ കേരളത്തിൽ ഉണ്ടാവില്ല. അപ്പോൾ സൗത്ത് ഇന്ത്യയിൽ ഇനി കേരളവും തമിഴ്നാടുമാണ് BJP വീക്കായിട്ടുള്ളത്. അതിൽ കേരളം ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പം 2 സ്റ്റേറ്റുകളിലും മാറ്റം വരും.